ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. വേറെ ഒന്നല്ല, എൻ്റെ വിഷൻ ബോർഡ് മേക്കിംഗ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷൻ ബോർഡ് ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഒന്ന് ഇടുമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പോൾ നമ്മുടെ ഡിസംബർ ആയിട്ടുണ്ട്, അപ്പോൾ ഏകദേശം ഈ വർഷം കഴിയാറായിട്ടുണ്ട്. അപ്പോഴത്തേനും നമുക്ക് വിഷൻ ബോർഡ് അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതുപോലൊരു ബോർഡ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള ബോർഡ് എടുക്കാം. ഇനി അത് വന്നിട്ട് നമുക്കൊരു ചാർട്ട് പേപ്പറിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നെക്സ്റ്റ് വേണ്ടത് നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്ന് പറഞ്ഞാൽ ഫെവിക്കോൾ ആണ്. അങ്ങനെ അതും റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം, മെയിൻ ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിന്റ്സ് ആണ്. അപ്പോൾ പ്രിന്റും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പ്രിന്റ് വന്നിട്ട് ഞാൻ A4 സൈസിലാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഒരെണ്ണത്തിന് വന്നിട്ട് 10 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഞാൻ കളർ പ്രിന്റ് ആണ് എടുത്തിട്ടുണ്ടായത്, സാധാ പേപ്പറിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ വന്നിട്ട് ഞാൻ 6 പേജസ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ടോട്ടൽ എനിക്ക് ആയിട്ടുള്ളത് 60 രൂപയാണ്. അപ്പോൾ എനിക്ക് അടുത്ത വർഷം അച്ചീവ് ചെയ്യാനുള്ള കുറച്ച് ഗോൾസും ഡ്രീംസൊക്കെയാണ് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അച്ചീവ് ചെയ്യാനുള്ള ഡ്രീംസും ഗോൾസൊക്കെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസിൻ്റെ ഒക്കെ പിക്ക് വന്നിട്ട് ഞാൻ ഗൂഗിളിൽ നിന്നും അതേപോലെ തന്നെ പിൻട്രസ്റ്റിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ഓരോ പിക്കായിട്ടാണ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പിക്ക് എല്ലാം കൂടി ഇതുപോലെ ഓർഗനൈസ് ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻഷോട്ടിലാണ്. അങ്ങനെ ഇതുപോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അച്ചീവ് ചെയ്യാനുള്ള എല്ലാ ഗോൾസും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇതെല്ലാം ഒന്ന് ഓർഡറിൽ ഒന്ന് വെച്ച് നോക്കണം. അതിനുശേഷം വേണം ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് കറക്റ്റാണോ എന്നൊക്കെ നോക്കി ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ഒട്ടിക്കുന്നത്. അങ്ങനെ അവസാനം ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് സൈഡിൽ ബാക്കി വന്നിട്ടുണ്ട്. അത് ഞാൻ വേറെ എന്തെങ്കിലും ക്രാഫ്റ്റിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് ഏകദേശം ഞാൻ സെറ്റാക്കാൻ പറ്റിയിട്ടുള്ളൂ ഈ ഒരു ബോർഡിൽ. അങ്ങനെ ഇനി ഇതെല്ലാം ഒന്ന് പശ വെച്ച് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ എല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. നമ്മുടെ വിഷൻ ബോർഡിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത് വന്നിട്ട്. ഇനി വിഷൻ ബോർഡ് എന്നുള്ളത് നമ്മൾ അടിയിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവർലാപ്പായി വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ ബാക്കി വന്നത് ഇത്രയാണ്. ഇത് ഒട്ടിക്കാനായിട്ട് ഒരു തരി പോലും സ്ഥലമില്ല ഗൈസ് ഈ ഒരു ബോർഡിൽ. അങ്ങനെ അവസാനം നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഈ വിഷൻ ബോർഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇൻഷാ അല്ലാ അപ്പം ഇതെല്ലാം എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ നിങ്ങളെ പ്രാർത്ഥന എനിക്ക് വേണം. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഗോൾസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് ഇയർ കഴിയുന്നതിന് മുമ്പ് ഇതൊക്കെ അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വിഷൻ ബോർഡ് ഇഷ്ടപ്പെട്ടോ എന്ന് ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഗോൾസും അച്ചീവ് ചെയ്യാൻ നോക്കുക. ഇത് നമ്മൾ ഡെയിലി കാണുന്ന സ്ഥലത്താണ് വെക്കേണ്ടത്. ഞാനിവിടെ എൻ്റെ ബെഡ്റൂമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതാവുമ്പോൾ നമ്മൾ എണീക്കുമ്പോഴും കാണാം, ഉറങ്ങുമ്പോഴും കാണാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് മാത്രം വെച്ചിട്ട് കാര്യമില്ല, ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തായാലും അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളുടെ ഗോൾസും ഡ്രീംസും നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ ഇൻഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.